everyone, welcome back to my channel. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയും, അതായത് ബാക്കി 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, ആ ബാക്കി 3 ക്വസ്റ്റ്യൻസും പിന്നെ ഇമെയിൽ റൈറ്റിങ്ങും കൂടെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. നമുക്ക് പാർട്ട് 1 ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട് കേട്ടോ, ഇമെയിൽ റൈറ്റിംഗ് ഒക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ അധികം വലിച്ചു നീട്ടി അങ്ങ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ, ഹൗ വുഡ് ദ ചൈൽഡ് ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്സ്? എങ്ങനെയാണ് ആ ഒരു കുട്ടിക്ക് സീയും ഷിപ്പുകളും കാണാൻ കഴിഞ്ഞത് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ആ കുട്ടിക്ക് കഴിഞ്ഞത്? എങ്ങനെയാണ്? ഷീ ഫൈൻഡ് എ ഹയർ ട്രീ ആൻഡ് ഷീ സോ ദ സീ ആൻഡ് ഷിപ്സ്. അവളൊരു ഉയരം കൂടിയ ട്രീ കണ്ടെത്തുകയും അതിൻ്റെ മുകളിൽ കയറി നിന്നാണ് അവൾ ആ സീയും ഷിപ്പുമൊക്കെ കണ്ടെത്തുകയും ചെയ്തത്. ഇനി 7ാമത്തേത്, വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? എന്താണ് ആ കുട്ടി ഫെയറി ലാൻഡിൽ എക്സ്പെക്റ്റ് ചെയ്തതെന്നാണ് പ്രതീക്ഷിച്ചത്? അപ്പോൾ ആൻസർ, ഷീ എക്സ്പെക്ട് ദാറ്റ് ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5 ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം എലൈവ് എന്നുണ്ട്. അവിടെ എനിക്ക് എഴുതാൻ പറ്റിയില്ല. എല്ലാ ചിൽഡ്രനും എന്ത് ചെയ്യും? 5 മണിക്ക് ഭക്ഷണം കഴിക്കുകയും അവരുടെ അടുത്തേക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങൾ എത്തുകയും ചെയ്യുമെന്നതാണ് ആ ഒരു കുട്ടി ഫെയറി ലാൻഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെയാണ് ആ ഒരു കുട്ടി അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തായിരുന്നാലും ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? ഇതിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ശരിക്കും എനിക്കറിയില്ല ഇതിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോയെന്ന്. ഇനി 8ാമത്, വെൻ ഡു പ്ലേ തിങ്സ് കം എലൈവ്? എപ്പോഴാണ് പ്ലേ തിങ്സ് വരുന്നത്, അടുത്തേക്ക് വരുന്നത് എപ്പോഴാണ്? വെയർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5 ആൻഡ് ദ പ്ലേ തിങ്സ് കം എലൈവ് ഇൻ ദ ഫെയറി ലാൻഡ്. എല്ലാ കുട്ടികളും 5 മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫെയറി ലാൻഡിലാണ് എല്ലാ പ്ലേ തിങ്സും വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? വെൻ ഡു പ്ലേ തിങ്സ് കം എലൈവ്? ഇതിലും എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തി കമൻറ്റ് ചെയ്തിട്ട് തരിക കേട്ടോ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്, വെൻ ഡു പ്ലേ തിങ്സ് കം എലൈവ് എന്നാണ് അതിൻ്റെ ആൻസർ. വെയർ ആൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5 ആൻഡ് ദ പ്ലേ തിങ്സ് കം എലൈവ് ഇൻ ദ ഫെയറി ലാൻഡ്. ഇതിൽ പകുതി കൂടുതലും ടെക്സ്റ്റിലുള്ള വരികൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കൂടുതൽ ഇട്ട് കാണിക്കുകയാണ്. കാരണം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. അപ്പോൾ നമ്മളിതാ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞു തീർന്നു. ഇനി നമുക്ക് ഇമെയിൽ റൈറ്റിങ്ങിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഫ്രം ആരിൽ നിന്നാണ്? ricky2000@gmail.com. അവിടെ നിന്നാണ്, ricky2000@gmail.com നിന്നാണ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമെയിൽ ഐ ഡി എഴുതുക, ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ റിക്കി എന്നല്ല, എന്താണ്, thomas@gmail.com, 2021 എന്നൊക്കെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ആരിൽ നിന്നാണെന്നാണ് എഴുതിയത്. ഇനി ആർക്കാണ് നമ്മൾ ഇമെയിൽ അയക്കുന്നത്? excelrobots24@gmail.com നമ്മൾ ഈ ഒരു ഇമെയിൽ അയക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എന്താണ്, കംപ്ലൈൻറ്റ് റിഗാർഡിങ് റോബോട്ട്. റോബോട്ടിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള കംപ്ലൈൻ്റ് ആണിത് എന്നതാണ്. ഇപ്പോൾ നമുക്ക് റോബോട്ടല്ല, ഫോണാണെങ്കിൽ കംപ്ലൈൻറ്റ് റിഗാർഡിങ് ഫോൺ എന്ന് എഴുതാം. ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ കംപ്ലൈൻറ്റ് റിഗാർഡിങ് ലാപ്ടോപ്പ് എന്ന് എഴുതാം. അതേപോലെ ഇപ്പോൾ എന്താ പറയുക, എന്താണോ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഡിവൈസ് അത് എഴുതാം. ഇനി അടുത്തത്, ഐ പർച്ചേസ്ഡ് എ റോബോട്ട് ഫ്രം യുവർ കമ്പനി. ആദ്യമേ സാറെന്ന് എഴുതണം, സാറെന്ന് എഴുതി കോമ ഇട്ടതിന് ശേഷം ഐ പർച്ചേസ്ഡ് എ റോബോട്ട് ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ. ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ഒരു റോബോട്ട് കുറച്ച് ആഴ്ചകൾ മുമ്പ് വാങ്ങിയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. അത് പക്ഷേ ഇപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല.
കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും വേഗം തന്നെ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. എന്താണ്, നിങ്ങൾക്ക് വേണ്ട കോപ്പീസും ഡോക്യുമെൻറ്റ്സും എല്ലാം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതിയതിന് ശേഷം ആരാണോ ഇത് എഴുതുന്നത് അവർ എന്ത് ചെയ്യുക, താഴെ പേര് കൊടുക്കുക. ഇപ്പോൾ റിക്കിയാണ് ഇത് എഴുതിയത്, അപ്പോൾ ഞാൻ റിക്കി എന്ന് താഴെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് നേരം നല്ലതായിട്ട് വായിച്ച് നോക്കാനുള്ളൊരു ടൈമാണ് ഇങ്ങനെ ലെങ്തി ആക്കിയിട്ട് ഞാനിതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇത് അപ്പോൾ ഞാൻ പറയുകയാണ്, സാറെന്ന് ഫസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ഇത് എഴുതിത്തിറങ്ങുക. ഓക്കെ, അപ്പോൾ ഇമെയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ പറയുക, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണോ ഇടാൻ താല്പര്യമുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഈ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടൊരു ദോഷവും ഒരു നഷ്ടവും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.